സാഭിമാനം സാഹിത്യനഗരം. സ്മൃതി. കോഴിക്കോട് നഗരത്തിന്റെ ശേഷിപ്പുകളായിരുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. അവയെക്കുറിച്ചുള്ള ഈ കുറിപ്പ് തയ്യാറാക്കിയത് പത്രപ്രവർത്തകനായ KF ജോർജ്. കശുവണ്ടിയുടെ ആകൃതിയിലുള്ള സ്വിമ്മിംഗ് പൂളും രാവേറെ നീണ്ടു നിൽക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാരുടെ പാർട്ടികളും പിയേഴ്സ് ലെസ്ലി കമ്പനിയുടെ പ്രതാപകാലത്തെക്കുറിച്ച് കാരപ്പറമ്പുകാർക്ക് ഓർമ്മിക്കാൻ നിറപ്പകിട്ടാർന്ന ചിത്രങ്ങൾ ഏറെയുണ്ട്. 2000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഈ ഫാക്ടറിയിൽ സംസ്കരിച്ചു കയറ്റി അയക്കുന്ന കശുവണ്ടി പരിപ്പിന് ലോകമെങ്ങും പ്രിയമായിരുന്നു. റോബർട്ട് എച്ച് പിയേഴ്സും പാട്രിക് ലെസ്ലിയും ചേർന്ന് 1862 പിയേഴ്സ് ലെസ്ലി കമ്പനിക്ക് ഇംഗ്ലണ്ടിൽ തുടക്കമിട്ടത്. മലബാറിൽ കമ്പനിക്ക് വിപുലമായ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. കശുവണ്ടി സംസ്കരണ ഫാക്ടറിക്കു പുറമെ മലഞ്ചരക്കുകൾ കയറ്റി അയക്കുന്ന സംവിധാനവും കയർ ഫാക്ടറി തുടങ്ങിയവയും ഉണ്ടായിരുന്നു. സ്വകാര്യ റബ്ബർ തോട്ടങ്ങളിലും സർക്കാർ തോട്ടങ്ങളിലും മരുന്നു തളിക്കാൻ ഹെലികോപ്റ്റർ സർവീസും നടത്തിയിരുന്നു. ഇപ്പോൾ താജ് ഹോട്ടൽ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് കമ്പനിയുടെ കയർ ബെയിലിംഗ് സ്ഥാപനമായിരുന്നു. ഇവിടെയാണ് ഹെലികോപ്റ്ററുകൾ പാർക്ക് ചെയ്തിരുന്നത്. കശുവണ്ടിയുടെ ആകൃതിയിൽ സ്വിമ്മിംഗ് പൂളും ടെന്നീസ് കോർട്ടും നിന്ന സ്ഥലത്താണ് ഇപ്പോൾ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. കോളേജ് കെട്ടിടമുണ്ടാക്കാൻ ഇതെല്ലാം ഇടിച്ചു നിരത്തി. കാരപ്പറമ്പിന്റെ ഭാഗധേയം തിരുത്തിക്കുറിച്ച ഫാക്ടറി നിന്ന സ്ഥലത്ത് അതിന്റെ യാതൊരു ലക്ഷണവും ഇപ്പോൾ കാണാനാവില്ല. അവിടെ വൻകിട പാർപ്പിട സമുച്ചയങ്ങളും വ്യാപാരശാലകളും ഉയർന്നു വന്നിരിക്കുന്നു. കോഴിക്കോടിന് സാഹിത്യനഗര പദവി കിട്ടിയതിനു പിന്നിൽ ഒരുപാട് പേരുടെ കൂട്ടായ്മയുണ്ടായിരുന്നു. മലയാളത്തിൽ കഥ, നോവൽ, നാടക രംഗങ്ങളിൽ ഒരു സുവർണകാലം കഴിഞ്ഞുപോയി എന്ന ഒരു നൊസ്റ്റാൾജിയ ചിലപ്പോഴെങ്കിലും നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. സാഹിത്യകാരി P. വത്സല ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന്. ഉദാഹരണത്തിന് വാസുദേവൻ നായർ, SK പൊറ്റക്കാട്ട്, ഉറൂബ്, വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയിട്ടുള്ള എഴുത്തുകാർ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള മലയാളി സമൂഹം ഏതാണ്ട് മാതൃകാപരമായിട്ടുള്ള ഔന്നത്യത്തിൽ ചിന്തിക്കുന്നവരും ജീവിക്കുന്നവരും ആണ് എന്നൊരു ബോധം നമ്മിലുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഉമ്മാച്ചുവിനെയും മായനെയും അബ്ദുവിനെയും എല്ലാം ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കഥാപാത്രങ്ങളുടെ മതമേത് ജാതിയേത് എന്ന ഒരു ചിന്തയും OV വിജയൻ്റെ നോവലുകളിലും ഖസാക്കിൻ്റെ ഇതിഹാസം പോലെയുള്ള നോവലിലും കണ്ടിട്ടില്ല. കളങ്കമില്ലാതെ മാനുഷികതയുടെ മേലെയും നമ്മളുടെ ജീവിത മൂല്യങ്ങളുടെയും പേരിൽ കഥാപാത്രങ്ങളെ എടുക്കുകയും അവരുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ വൈകാരികതകളെ ഉൾക്കൊള്ളുകയും ചെയ്യാൻ കഴിവുള്ള ഒരാൾക്കും ഇന്നത്തെ വർഗീയ ആഭാസങ്ങളെപ്പറ്റി ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല എന്നും മറിച്ച് അത്തരം വൈകല്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ രചനകൾക്കാണ് കഴിയുക എന്നും ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് ഒരു ഫെമിനിസ്റ്റ് ആയില്ല എന്ന് ഉന്നതരായ കവികൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്. ഫെമിനിസം എന്നത് സ്ത്രീക്ക് സ്ത്രീത്വം ഉണ്ടാവണം. സ്ത്രീത്വം ഇല്ലാത്തത് സ്ത്രീ അല്ല. അതുകൊണ്ടാണ് സൃഷ്ടിയിൽ തന്നെ പുരുഷനും സ്ത്രീയും ഉണ്ടായിരിക്കുന്നത്. കുടുംബം എന്ന ഒരു വ്യവസ്ഥയാണ് സ്ത്രീ പുരുഷന്മാരെ ഏറ്റവും സമ്യക്ത രീതിയിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. എല്ലാ രാജ്യത്തും കുടുംബ വ്യവസ്ഥ വന്നത് സംസ്കാരത്തിൻ്റെ ഒരു നല്ല കാൽവെപ്പായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കുടുംബ വ്യവസ്ഥയാണ് മനുഷ്യൻ ഇന്നുവരെ ഉണ്ടാക്കിയെടുത്തതിൽ വെച്ച് ഏറ്റവും മഹത്തായ ആൺപെൺ ബന്ധം എന്ന് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാൻ കഴിയും. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി ബുധനാഴ്ച രാവിലെ 7:10.